ശ്രീമദ് ഭാഗവതം ക്ലാസ് 156. നമ്മൾ സ്കന്ധം 7 8-ാമത്തെ അധ്യായമായിട്ട് നൃസിംഹാവതാരമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗവതം ഒരു ക്രമത്തിൽ പ്രപഞ്ച സൃഷ്ടി തന്നെയാണ് വിവരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിയിലെ ക്രമത്തിൽ വരുന്ന ഘടകങ്ങളെയെല്ലാം കഥരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പം പ്രപഞ്ചം തുടങ്ങിയത് എവിടെ നിന്നാണ്? ബ്രഹ്മത്തിൽ നിന്നാണ്, നിർഗുണമായ ബ്രഹ്മം. അപ്പം ആദ്യം ഇവിടെ ഈ ലോകത്തിൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ എന്തോ ഒരു നിർഗുണമായ ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിനെ ആർക്കും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ അതിൽ ഏറ്റവും ശക്തിമത്താണ് താനും. പക്ഷെ അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതിനൊരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നി. അത് 10 അവതാരങ്ങളുടെ ആ പല ഘട്ടങ്ങൾ വിവരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ അപ്പോൾ 10 അവതാരങ്ങളിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ഇത്രയും 5 അവതാരങ്ങളിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത്. 14 ലോകങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ അവതാരത്തിലൂടെ വിഷ്ണു നേടിയെടുത്തത് മത്സ്യാവതാരത്തിലൂടെ വേദങ്ങളെയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, സൃഷ്ടിക്ക് മുമ്പിൽ സയൻസാണുള്ളത്. സയൻസിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ ആദ്യം സൃഷ്ടിയെ വേദങ്ങളെയാണ് സംഘടിപ്പിച്ചെടുത്തത്. പിന്നെ വേദങ്ങളിലൂടെ ഊർജം പ്രവഹിക്കുന്നു. എനർജിയാണ് ആദ്യം ഉണ്ടായത്. ആ ഊർജങ്ങൾ കൂടിച്ചേർന്നിട്ട് കണങ്ങളായി മാറുന്നു. അപ്പം പ്രപഞ്ചം മുഴുവൻ കണങ്ങളെ കൊണ്ട് നിറയുന്നു. ആ കണങ്ങളെ അപ്പം കണങ്ങളെ കുറേ ഇങ്ങോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നീ ഫണ്ടമെൻ്റൽ കണങ്ങൾ വരെയുള്ളതാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞപ്പോൾ പിന്നെയാണ് പാലാഴി മഥനം എന്ന കഥയിലൂടെ മതിക്കുക, പാലാഴി കടയുക, പാല് കടഞ്ഞിട്ട് തൈര് ഉണ്ടാകുന്നത് പോലെ കടയുക എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ ചുറ്റുക, ഏതെങ്കിലും ഒന്നിൻ്റെ ചുറ്റും ചുറ്റുക. അപ്പോൾ ഇലക്ട്രോൺ എന്ന കണങ്ങളെ ന്യൂക്ലിയസ് എന്ന കണത്തിൻ്റെ, ന്യൂക്ലിയസ് വലുതാണ്, അതിനൊരു പർവ്വതമായിട്ട് ചിത്രീകരിച്ചു. അതാണ് മന്ദര പർവ്വതം. ആ മന്ദര പർവ്വതത്തിൻ്റെ ചുറ്റും ഇലക്ട്രോണുകളെ ചുറ്റിച്ചിട്ടാണ് ആറ്റങ്ങൾ ഉണ്ടാക്കിയത്. നമുക്കറിയാം, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം അല്ലെങ്കിൽ സത്വഗുണപ്രകാരം ആദ്യം ഉണ്ടാകുന്ന കണങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആദ്യം കണങ്ങളുണ്ടായി, പക്ഷെ അതങ്ങനെ സഞ്ചരിക്കും. പക്ഷെ അതിനൊരു ക്രമത്തിൽ നടുവിൽ പിടിച്ചു വെച്ചിട്ട് ചുറ്റിക്കണ്ടിക്കൽ, പാലാഴി മഥനം ചെയ്യേണ്ടിക്കൽ ഒരു ശക്തി വരണം, എങ്കിലേ മഥനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പുതിയൊന്നും ഉണ്ടാകണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിക്കണം. അതാണ് ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് പാലാഴി കടഞ്ഞതായിട്ട് ചിത്രീകരിച്ചത്. അങ്ങനെ കടഞ്ഞപ്പോൾ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിന് ചുറ്റും, ആദ്യമുണ്ടായ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ ചുറ്റിച്ചിട്ട് ആറ്റങ്ങളാക്കി മാറ്റാൻ നോക്കി. പക്ഷേ അങ്ങനെ ചുറ്റണ്ടിക്കലും വേറൊരു പ്രയാസം കൂടിയുണ്ട്. ന്യൂക്ലിയസിനെ പിടിച്ചിട്ട് വേണം ഇങ്ങനെ ചുറ്റിക്കണം. അല്ലാതെ ന്യൂക്ലിയസ് എല്ലാം ഇങ്ങനെ സഞ്ചരിക്കുന്നതിന് ഒന്നിനെ പിടിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇലക്ട്രോണെ ചുറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ബലം, ഒരു ശക്തി പ്രയോഗിച്ചിട്ടുണ്ട്. ഏതോ ഒരു ശക്തി ന്യൂക്ലിയസിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ട് ചുറ്റാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആ ശക്തിയെയാണ് വിഷ്ണുവായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം വിഷ്ണു 2-ാമത്തെ അവതാരം കൂർമാവതാരമായിട്ട് വന്ന്, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയസ് അങ്ങ് പോയി പോകും, മന്ദര പർവ്വതം എന്തായി പോകും, താണുപോകും. അപ്പോൾ ഒരു ആമയുടെ രൂപത്തിൽ വന്നിട്ട് താങ്ങി എന്നാണ് പറയുന്നത് ആ ന്യൂക്ലിയസിനെ. അപ്പം ആമയുടെ രൂപം എന്ന് പറയുമ്പോൾ ഒരാറ്റത്തിൻ്റെ രൂപമാണ്. അതാണ് ആമയായിട്ട് ചിത്രീകരിച്ചത്. ആറ്റത്തിൻ്റെ രൂപമാണ്.
ആമയുടെ രൂപം നോക്കിക്കഴിഞ്ഞാൽ ആറ്റം ഇതെല്ലാം നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ പറഞ്ഞ കാര്യമാണ്. അപ്പം ആമയുടെ രൂപത്തിൽ വന്ന് താങ്ങി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനെ പിടിച്ചു വെച്ചിട്ട് ഒരു ഫോഴ്സ് വേണം അതിനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചുറ്റിക്കാൻ. അങ്ങനെ ചുറ്റിച്ചിട്ട് ആറ്റങ്ങൾ ഉണ്ടായി. ആറ്റം ഉണ്ടായിക്കപ്പം മത്സ്യം കൂർമ്മമായി. ആറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം ആറ്റങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത് തന്മാത്രകളായി മാറും, കൂടിച്ചേരും, പല വസ്തുക്കളായിട്ട് മാറും. അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. പല വസ്തുക്കളായി കഴിഞ്ഞാൽ വസ്തുക്കൾ പരസ്പരം ആകർഷിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? വലിയ ഗോളങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറയും. അപ്പോൾ അവിടെയും ഈ ഗോളങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്യുക. സൂര്യനും ഭൂമിയും ചന്ദ്രനും എല്ലാം കൂടി ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുക. അപ്പം പ്ലാൻ അനുസരിച്ചിട്ട് അതിനെ പിടിച്ചു വെച്ചിട്ട് അപ്പം അവിടെയും സൂര്യനെ നടുവിൽ പിടിച്ചു വെക്കണം. അപ്പം അത് ഏത് അവതാരത്തിൽ തന്നെ വരും? കൂർമാവതാരത്തിൽ അതും വരും. അതിനെ പിന്നെ പ്രത്യേക ഒരു കൂർമാവതാരം എന്ന് പറയണ്ട. അപ്പം അതും അതിൻ്റെ അകത്ത് പെട്ടു. സൂര്യനെ നടുവിൽ പിടിച്ചിട്ടു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയെ എല്ലാം പൊറുക്കിയിട്ട് ഈ ഓർബിറ്റിൽ കൊണ്ടുവെക്കുന്നു. ഓരോ സൂര്യൻ്റെയും ഓർബിറ്റിൽ നക്ഷത്രങ്ങളെല്ലാം സൂര്യനാണ്. അതിൽ അതാതിൻ്റെ ഗ്രഹങ്ങളെ പൊറുക്കി വെക്കുന്നു. അപ്പം ഇതിന് പ്രത്യേകം ബലമുണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം അതിനങ്ങനെ സഞ്ചരിക്കാനാണ് താല്പര്യം. അപ്പോൾ പിടിച്ച് വെക്കണം. പിടിച്ചു വെക്കുന്നതിന് നേരത്തെ പറഞ്ഞ കൂർമാവതാരം ആ ശക്തി വിഷ്ണു അവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത് പറഞ്ഞില്ല. ഇനി ഭൂമിയെ കറങ്ങി നടക്കുന്ന ഭൂമിയെ പിടിച്ചിട്ട് ഈ ഓർബിറ്റിൽ കൊണ്ടുവെക്കണം. അതും വിഷ്ണുവിൻ്റെ ജോലിയാണ്. അതാണ് മൂന്നാമത്തെ അവതാരം, മത്സ്യം, കൂർമ്മം, വരാഹം. അതൊരു പന്നിയുടെ രൂപത്തിൽ നിന്നാണ് ഒരു അച്ചുതണ്ടിൽ, അതിൻ്റെ അച്ചുതണ്ടിലാണ് ഭൂമിയെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം മത്സ്യമായി, കൂർമ്മമായി, വരാഹമായി. അപ്പം ഭൂമിയെ സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ വെച്ചു. പക്ഷേ ഭ്രമണപഥത്തിൽ വെച്ചതിൻ്റെ ശേഷം അങ്ങനെ അവിടെ നിൽക്കില്ല, വീണു പോകും. ഭൂമി കറങ്ങിയാലേ അവിടെ നിൽക്കുള്ളൂ. അപ്പം അടുത്ത സ്റ്റെപ്പ് ഇതിനെ പിടിച്ച് കറക്കണം. പക്ഷെ ഈ കറക്കുക എന്ന് പറയുമ്പോഴാണ് ഋഷികളെല്ലാം അന്തം വിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മളും അന്തം വിട്ടു. ഭൂമിയുടെ ഓർബിറ്റിൽ വെക്കുന്ന വലിയ കുഴപ്പമുള്ള പ്രശ്നമൊന്നുമില്ല, മത്സ്യം, കൂർമ്മം, വരാഹം. പക്ഷെ കറക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ബസ്സിൻ്റെ മേലെ കുറേ പേപ്പറെല്ലാം വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കുറേ പാത്രങ്ങൾ, പാത്രത്തിൽ കുപ്പിയിൽ വെള്ളമെല്ലാം ഉണ്ടാക്കിയിട്ട് ബസ് പെട്ടെന്ന് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം തെറിച്ചങ്ങ് പോകും. ബസ്സിൻ്റെ എല്ലാ പാർട്സുകളും നട്ടും ബോൾട്ടും ഇട്ടത് കൊണ്ടാണ് അതവിടെ നിൽക്കുന്നത്. നമ്മൾ ബസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളങ്ങ് തെറിച്ചു പോകും. മുകളിൽ എന്തോ സാധനം കയറ്റി വെച്ചിട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ എല്ലാം അങ്ങ് തെറിച്ചു പോകും. അത്രയും ശക്തിയിലാണ് ബസ് പോകുന്ന ശക്തിയിൽ. എന്നാലും ഭൂമി കറങ്ങുന്ന ചിന്തയൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ശക്തിയിലാണ് പോവുക. അത്ര ശക്തിയിൽ ഭൂമി കറങ്ങാൻ തുടങ്ങുമ്പോൾ ഭൂമിയിലുള്ള പാറയും കല്ലും വെള്ളവും ഒന്നും അതിനോട് നട്ടും പൊട്ടൊന്നും ഫിക്സ് ചെയ്ത് വെച്ചതല്ല. അതെല്ലാം തെറിച്ചു പോയി കൂട്ടിയിടിച്ച് ഭൂമി പോലും പൊടിയായി പോകും. അത്രയും ശക്തിയിൽ തിരിച്ച അത് ഋഷികൾ അന്തം വിട്ടു. ഇതെങ്ങനെ തിരിച്ചു? ബാക്കിയൊന്നും വലിയ പ്രയാസത്തിൽ എടുത്തു വെക്കുന്നതല്ല. പക്ഷേ ഈ ഭൂമി കറങ്ങുമ്പോൾ, സൂര്യന് ചുറ്റും ആദ്യം കറങ്ങുമ്പോൾ, ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ ഭൂമി ഒരു യൂണിഫോം സ്പീഡിലാണ് കറങ്ങുന്നത്. അതതിൻ്റെ സ്പീഡ് പെട്ടെന്നൊന്ന് കുറച്ചെന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളെ ബസ് ഒന്ന് കുറച്ച് സ്പീഡ് ഒന്ന് ബ്രേക്കൊന്ന് മെല്ലനെ ഒന്നാക്കിയാൽ നമ്മൾ തെറിച്ചു പോകും. അതേപോലെ ഈ ഭൂമി ചുറ്റുന്നതിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുത്തിയാൽ എന്താ പറ്റുമെന്ന് അറിയാമോ? ഈ ഭൂമിയിലുള്ള നമ്മളെല്ലാം എടിയെത്തുന്നത് ഒരു രക്ഷയില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സ്റ്റാർട്ടിങ്ങിലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയാണ് എത്തുക? അപ്പം ഇതിനെല്ലാം ഏതൊരു ശക്തിയാണ് പിടിച്ചു വെച്ചത്? ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മക്കൾ, ഭൂമിയെ സംരക്ഷിക്കേണ്ട, ഭൂമി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തിയാണ് പ്രഹ്ലാദൻ.
ഇതിനെയെല്ലാം ഏറ്റെടുത്ത് നടക്കേണ്ട കക്ഷി വിഷ്ണുവാണ്, ഇതിനെല്ലാം സംരക്ഷിക്കേണ്ടത്. അപ്പം ഇതിനെല്ലാം അങ്ങനെ ഓടാൻ പോകുമ്പോൾ എല്ലാം തെറിപ്പിച്ചിട്ട് നശിപ്പിച്ച് കളയുന്ന ശക്തിക്കാണ് അസുരൻ എന്ന് പറയുന്നത്. അതാണ്, ആ ശക്തിയാണ് ഹിരണ്യകശിപു. അവൻ ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും തെറിപ്പിച്ച്, അതാണ് പർവ്വതത്തിൽ നിന്ന് മേലെ എടുത്തിട്ട് ഇടിച്ച് എന്തെല്ലോ ചെയ്തു, അവനെ തള്ളിയിടുക്കി എന്തെല്ലോ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇതിനെയെല്ലാം കൂട്ടിമുട്ടുമ്പോൾ നമ്മളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ആ തെറിച്ചെല്ലാം നമ്മളെല്ലാം മേത്ത് ഇടിച്ചിട്ട് നമ്മൾ ചമ്മന്തി വാരിയായിട്ട് ചോരയെല്ലാം തെറിക്കുമായിരുന്നു. അപ്പം കവിഭാവനയിൽ പറയുമ്പോൾ എല്ലാം തെറിച്ച് ഇടിച്ച് അവനെ കൊന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പം ആ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ, ചുറ്റാൻ പോകുമ്പോഴുള്ള അവസ്ഥയാണ് പറയുന്നത്. അത് മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റൂല, മനുഷ്യനും പറ്റൂല, മൃഗത്തിൻ്റെ, മനുഷ്യനാണല്ലോ ബുദ്ധിയിലും മറ്റുള്ളതിലും പ്രാധാന്യം. പിന്നെ മൃഗങ്ങളിലെ സിംഹമാണ് ആ ശക്തിയും മറ്റ്. ഇത് രണ്ടും കൂടി ഒരു അവതാരമായിട്ട് അങ്ങ് പറഞ്ഞു നരസിംഹാവതാരമെന്ന്. അതിന് ആയുധം വെച്ചിട്ടൊന്നുമല്ല, ഇതിനെ കൈകാര്യം ചെയ്യുന്ന ആയുധം കൊണ്ടൊന്നുമല്ല. എങ്ങനെയാ ഉള്ളതെന്ന് ഋഷികൾക്ക് പോലും ബോധമില്ല, നമുക്ക് പോലും ചിന്തിച്ചാൽ ഒരത്തപ്പിടിയും കിട്ടില്ല. ഈ പാറകളെല്ലാം തെറിച്ചു പോകുമായിരുന്നു, എല്ലാം നട്ടും പൊളിട്ടും ഇട്ട് ചെയ്ത് ഒന്നല്ല, വെള്ളം എല്ലാം എന്തായിപ്പോ തെറിച്ചു പോകും. അപ്പം ഭൂമി ഉണ്ടായാൽ ഇതിനെ പൊടിഞ്ഞ് മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം ആയിട്ട് തട്ടി എന്തായിപ്പോന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഒരു നരസിംഹാവതാരത്തിൽ വന്നു. അതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ അവതാരം എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഭൂമിയിലുള്ള ശിശുവിനെ, അതായത് പ്രഹ്ലാദനെ എറിഞ്ഞു കൊല്ലാനും പലതുമെല്ലാം നോക്കി. അപ്പൊ ഏത് ശക്തിയാണ്? ഏതോ ഒരു ശക്തി, വിഷ്ണു, എല്ലാത്തിലുള്ള ശക്തി ഇതിനെ അതിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴ്? രാത്രിയും പകലുമല്ലാത്ത സമയത്ത്. രാത്രിയും പകലുമല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും എപ്പോഴുണ്ടാവും? ഇനി ചുറ്റിയിട്ട് ആ ചുറ്റുന്ന ചുറ്റിൽ ഇത് സ്വയം കറങ്ങുമ്പോഴാണ് രാത്രിയും പകലും ഉണ്ടാവുക. ഭൂമി ചുറ്റിയാൽ മാത്രം പോലെ സൂര്യൻ ചുറ്റും, അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിയും വേണം. അപ്പം അച്ചുകണ്ടിൽ കറങ്ങാത്തത് കൊണ്ടാണ് രാത്രിയും പകലും അല്ലാതെ സന്ധ്യാസമയത്താണ് കൊന്നത് എന്ന് പറഞ്ഞാൽ. രാത്രിയും പകലും കൊല്ലാൻ പാടില്ല, ശരിയില്ല. മനുഷ്യനും ജീവജാലങ്ങളൊന്നും ആകാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ജീവജാലങ്ങൾക്കൊന്നും ഈ ഭൂമിയെ ചുറ്റുമ്പോൾ രക്ഷിക്കാൻ പറ്റൂല. അപ്പോൾ അതുമല്ല, ആയുധം വെച്ചിട്ടും കൊല്ലാൻ പറ്റില്ല. ആയുധം വെച്ചിട്ട് ഇതെന്ത് ചെയ്യാനാണ്? ഭൂമി ചുറ്റുമ്പോൾ എല്ലാം തെറിച്ചു പോകുന്നത് എന്താ? ആയുധം വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അതൊന്നും പറ്റില്ല. അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാം വയറെല്ലാം ഇങ്ങനെ എടുത്തിട്ട് പൊടി, അതായത് അങ്ങനെയുള്ളൊരു ഭീകരാവസ്ഥ, അന്തരീക്ഷം എല്ലാം മൂടി എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഭീകരാവസ്ഥയിൽ എങ്ങനെയോ വിഷ്ണു ഭൂമിനെ ചുറ്റിച്ചിട്ട് ഭൂമിനെ പൊടിയാതെയും എല്ലാം തെറിച്ചു പോകാതെയും എല്ലാം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നരസിംഹാവതാരം. അപ്പം അതോടുകൂടി ഭൂമി സൂര്യന് ചുറ്റും ചുറ്റാൻ എല്ലാ ഗ്രഹങ്ങളും, ഭൂമി മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളും ചുറ്റാൻ തുടങ്ങി. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൻ്റെ സയൻസിലേക്ക് പോകില്ല, ഈ കഥ ഇങ്ങനെ പറഞ്ഞുകൊള്ളും, നമ്മൾ സ്വയം ചിന്തിച്ചു പോയിക്കൊള്ളുക. അപ്പോൾ ഒന്നില് നാരദൻ പറയുകയാണ്, ആ പ്രഹ്ലാദൻ മറ്റുള്ള അസുരപുത്രന്മാരോടെല്ലാം, കൂടെ പഠിക്കുന്ന കുട്ടികളോടെല്ലാം ഈ ഉപദേശം നൽകിയപ്പോൾ, നിർദോഷകരമായ ആ ഉപദേശം അസുരപുത്രന്മാർ കേട്ടപ്പോൾ അവരത് സ്വീകരിച്ചു. വേറെ ദോഷമില്ല, നല്ല. അവർ പിന്നെ എന്ത്, ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത് തീരെ സ്വീകരിച്ചില്ല. ഈ ഗുരുക്കന്മാർ അപ്പം കഥയിലൂട്ടി ഇങ്ങനെ പൊടിക്കും തൊങ്ങലും വെച്ച് പോകുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. കഥയൊന്നും അതേപോലെ ഉണ്ട് എടുക്കേണ്ട. ഇതിൻ്റെ ആശയം മാത്രം ഒരു കഥയാകുമ്പോൾ പലതും പറഞ്ഞു ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പ്രപഞ്ച പിന്നിലുള്ള രഹസ്യം, ആ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മമാണ് നമ്മിലൂടെ എല്ലാം ആക്ട് ചെയ്യുന്നുള്ള ആ സത്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ആത്മരഹസ്യമെല്ലാണ് ഇവനിലൂട്ടിയെല്ലാം പറഞ്ഞു തന്നത്. അതിനാൽ രണ്ടിൽ പറയുകയാണ്, ശുക്രാചാര്യ പുത്രന്മാർ മറ്റൊന്നായി മാറിയ അവരുടെ ബുദ്ധിയെ കണ്ടിട്ട്
അപ്പോൾ ഗുരുക്കന്മാർ നോക്കിയപ്പോൾ ഇവരുടെ ബുദ്ധിയെല്ലാം തലതിരിഞ്ഞ് കിടക്കുകയാണ്. ഇവർ പഠിപ്പിക്കുന്ന മാതിരിയൊന്നുമല്ല അവർ പറയുന്നത്. അപ്പൊ അവർ സംഭ്രാന്തരായി, അവർക്ക് ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഇവർ വേറെ വേറെ കാര്യങ്ങളാണ് പറയുന്നത്, ഇവർ പഠിപ്പിക്കുന്നതിന് നേരെ എതിര്. അപ്പോൾ അവർ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു, ഇത് ഇങ്ങനെയാ സംഗതി കിടക്കുന്നത്. അപ്പൊ 3 ഹിരണ്യകശിപു പുറത്തുകൂടാത്ത നെറികെട്ട പുത്രന്റെ പ്രവൃത്തി കണ്ടിട്ട് ഈ പുത്രൻ മറ്റുള്ളവരെയും തലതിരിച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നെറികെട്ട പ്രവൃത്തിയാണ്. കോപാവേശത്താൽ കലിതുള്ളിക്കൊണ്ട് പുത്രനെ വധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇവനെ വെച്ചിരുന്നിട്ട് എനിക്ക് കാര്യമില്ല, ഇവനെ വധിക്കണം. 4:5 ഭീകരനായ അവൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട്, പൊതുവെ ഭീകര സ്വഭാവമാണ് ഈ അസുരൻ, അവൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് മനസ്സൊതുക്കത്തോടെയും തൊഴുതുകൊണ്ട് നിൽക്കുന്ന, എന്നാൽ പുത്രൻ എന്ത് ചെയ്യാണ്, നല്ല മനസ്സൊതുക്കായിട്ട് പാകമായിട്ട് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ആരോട്? അച്ഛൻ്റെ അടുത്ത്. പ്രഹ്ലാദനെ ക്രൂരനായിട്ട് നോക്കിയിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ പുത്രൻ എന്നത് കാണുമ്പോൾ ഇവിടെ എന്താണ്, ഈ ഭൂമിയിൽ ഉള്ള ജീവജാലങ്ങൾ എന്ന നിലയിൽ ജീവജാലങ്ങളുടെ ആ പ്രതീകമായിട്ട് പ്രഹ്ലാദനെ എടുക്കണം. കാരണം പ്രഹ്ലാദനെയാണ് സംരക്ഷിക്കേണ്ടത്. ഭൂമിയിൽ ഇപ്പം നമ്മളുണ്ടെങ്കിൽ ഭൂമി ചുറ്റുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? വിഷ്ണുവിനാണ്. നമ്മളങ്ങ് തെറിച്ചു പോവും. ഇത്തിരി ശക്തിയിൽ ഭൂമി വെക്കുമ്പോൾ നമ്മളെ ചമ്മന്തി വരിയായി പോവും. അപ്പം നമ്മളെ എല്ലാം ജീവജാലങ്ങളും കല്ലും മണ്ണും ഭൂമിയിൽ എന്തിനെ കൊണ്ടാണല്ലോ നിർമ്മിച്ച മലകളും ഇതെല്ലാം സംരക്ഷിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു നിലയിൽ പ്രഹ്ലാദനെ കണ്ടാൽ മതി. എന്നിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. 6 പറയുകയാണ്, എടാ അടക്കമില്ലാത്ത ബുദ്ധി കുറഞ്ഞ വംശഛിദ്രം വരുത്തുന്നവനെ, നീ വംശത്തെ തന്നെ നശിപ്പിക്കുന്നവനാണ്. നീ എൻ്റെ ഉത്തരവിനെ ധിക്കരിച്ച നിന്നെ, എൻ്റെ ഉത്തരവിനെ നീ ധിക്കരിച്ചു, നിന്നെ ഞാൻ യമപുരിയിലേക്ക് അയക്കുന്നുണ്ട്. നിന്നെ വെച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, എൻ്റെ ഉത്തരവിനെ പോലും നീ ധിക്കരിച്ചു. ഇനി 7 എൻ്റെ അല്പം പോലെയുള്ള കോപത്താൽ തന്നെ, എൻ്റെ അല്പ കോപം, ഞാൻ കുറച്ചൊന്ന് കോപിച്ചാൽ തന്നെ എന്ത് പറ്റും, 3, കാരണം അങ്ങനത്തെ വരമ്പാങ്ങി വെച്ചിരിക്കുകയാണ്, 3 ലോകങ്ങളിലെ ലോകപാലകരെല്ലാം കിടിലം കൊള്ളും. ഞാൻ ഒന്ന് കോപിച്ചാൽ മതി, അവരെല്ലാം അവിടെ കിടന്നിട്ട് വിറക്കും, 3 ലോകത്തിലെ ആൾക്കാരും. അങ്ങനെയുള്ള എൻ്റെ ആജ്ഞയാണ് വിഡ്ഢിയായ നീ ധിക്കരിച്ചത്. നീ ഇത് ആരുടെ ബലത്തിലാണ് ചെയ്തത്? നിനക്കിനുള്ള ധൈര്യം, ശക്തി നിനക്ക് ആരാണ് തന്നത് എന്നാണ് ഇവനോട് ചോദിക്കുന്നത്. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞ്, ബ്രഹ്മാവ് തൊട്ട് താഴെയുള്ള സ്ഥാവര ജംഗമങ്ങളായ എല്ലാം യാതൊരുവന് അധീനനാകുന്നു. ബ്രഹ്മാവ് തൊട്ട് സൃഷ്ടിയുടെ അവസാനം വരെയുള്ള കണ്ണി വരെയുള്ളവര് ആരൊന്നിനാണോ അധീനതയിലുള്ളത്, അതായത് പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാണ്, അതിൻ്റെ അധീനതയിലാണ്. ആ അധീനതയിലുള്ള അവൻ, ആ ഭഗവാൻ എൻ്റെയും അങ്ങയുടെയും മാത്രമല്ല, ആ ഭഗവാൻ എന്തല്ല, എൻ്റെയോ അങ്ങയുടെയോ മാത്രമല്ല എല്ലാവരുടെയും ബലമാണ്. ആ ശക്തിയാണ് എല്ലാവർക്കും ബലം തരുന്നത്. എനിക്കും അങ്ങയ്ക്കും എല്ലാം ബലം തരുന്നത് ആ ശക്തിയാണ്. ഒരു സത്യം തന്നെയാണ്. ആ ശക്തി തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഭൂമി കറങ്ങാൻ പോകുമ്പോൾ ഇതിനെയെല്ലാം രക്ഷിക്കുന്നത്. എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് പോലും ചിന്തകൾക്ക് അപ്പുറമാണ്. എന്നിട്ട് 9 പറയാണ്, ആ ഭഗവാൻ വലിയ പരാക്രമിയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, ഭയങ്കര പരാക്രമിയാണ്, അഖിലത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. അവൻ കാലമായിട്ട് വർത്തിക്കുന്നു. ഈ കാലത്തിൻ്റെ പിന്നിലൂടെ അവനാണ് കാലമായിട്ട് വർത്തിക്കുന്നത്. അത് ഇച്ഛാശക്തി രൂപത്തിലും മനുഷ്യശക്തി രൂപത്തിലും മനസ്സിൻ്റെ ശക്തി രൂപത്തിലും ബുദ്ധിശക്തി രൂപത്തിലും ദേഹശക്തി രൂപത്തിലും ഇന്ദ്രിയ ശക്തി രൂപത്തിലും എല്ലാം അത് തന്നെയാണ് നമ്മൾ കാണുന്നത്.
നമ്മുടെ ഇന്ദ്രിയ ശക്തിയും നമ്മളെ ബുദ്ധിശക്തിയും നമ്മളെ മനഃശക്തിയും എല്ലാം അത് തന്നെയാണ് പല രൂപത്തിൽ പ്രകടമാകുന്നത്. അപ്പം ഹിരണ്യകശിപിന് എന്തെല്ലാം ശക്തികളുണ്ടോ അതാണ് ഈ രൂപത്തിൽ പ്രകടമാകുന്നത്. ത്രിഗുണങ്ങളുടെ ഉടമയായ നിന്തിരുവടി തൻ്റെ ശക്തിയാൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, സംഹരിക്കുന്നു. അങ്ങനെയുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും സംരക്ഷിച്ചതും സംഹരിക്കുന്നതും. അതുകൊണ്ട് 10 പറയുകയാണ്, അങ്ങയുടെ അസുര സ്വഭാവം വിട്ടിട്ട് മനസ്സിനെ സമഭാവനയിൽ വെക്കുമെങ്കിൽ. മനസ്സിനെന്താണ്? സമഭാവന വെക്കണം. ഇപ്പം വേദങ്ങളെല്ലാം, ഉപനിഷത്ത്, പുരാണങ്ങളെല്ലാം തന്നെ പറയുന്നത് സമഭാവന, എല്ലാറ്റിലും സമനായിട്ട് കാണണം. ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ് എല്ലാമായി മാറിയതെന്നും മുമ്പ് പറഞ്ഞു. അപ്പം കാണുന്ന എല്ലാത്തിനെയും ബ്രഹ്മമായി കാണാൻ പറ്റണം. സമഭാവനയിൽ കണ്ടു കഴിഞ്ഞാൽ താൻ തന്നെ അല്ലാത്ത വേറെ ശത്രു അങ്ങേക്കില്ല. അപ്പം അങ്ങനെ എല്ലാറ്റിലും തന്നെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ല ശത്രു ഉണ്ടെങ്കിൽ ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. അല്ല മുമ്പിൽ നിൽക്കുന്ന ആള് ശത്രുവല്ല, കാരണം എല്ലാം ബ്രഹ്മമാണ്. പിന്നെ ആരാണ് ശത്രു ഉണ്ടാവുക? നമ്മളെല്ലാവരെയും നമ്മളെ ബ്രഹ്മത്തിൻ്റെ അംശമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ തന്നെയായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശത്രുക്കളില്ല. പിന്നെ ഈ പറയുന്ന ശത്രുവല്ല ആരാണ്? ഞാൻ തന്നെയാണ്. അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു. കാരണം സർവസമത്വമാണ് ശ്രീഹരിക്കുള്ള ആരാധന. ഇപ്പം ശ്രീഹരിനെ ആരാധിക്കുക, ഈശ്വരനെ, ആകെ ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ. ആ ഈശ്വരനെ ആരാധിക്കുക എന്ന് പറയുന്നത് എല്ലാം സർവമായി കാണുക എന്നതാണ്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുകയാണ് ഈശ്വരൻ്റെ ആരാധന. വേറെ ഈശ്വരന് വേറെ ആരാധനയൊന്നും ആവശ്യമില്ല. എൻ്റെ 11 പറയുകയാണ്, ചിലർ എല്ലാം കവർന്നെടുക്കുന്ന കള്ളന്മാരായ ഇന്ദ്രിയങ്ങളെ കീഴടക്കാതെ, നമ്മളെ എല്ലാ ഗുണങ്ങളെയും കവർന്നെടുക്കുന്നത്, നമ്മളെ ദോഷത്തിലേക്ക് നയിക്കുന്നത് നമ്മളെ ഈ കണ്ണും കാതും ഈ മനസ്സും ബുദ്ധിയെല്ലാം ഇന്ദ്രിയങ്ങളാണ്. എന്തെങ്കിലും കാണുമ്പോൾ അതെൻ്റേത്, അതെനിക്ക് വേണം, ഇങ്ങനെ ചിന്തയുണ്ടാക്കുന്ന നമ്മളെ തന്നെ, നമ്മളെ ഗുണങ്ങളെയെല്ലാം കവർന്നെടുക്കുന്ന കള്ളനാണ് ഈ ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാതെ ചിലവർ, അതായത് ഇവൻ്റെ അച്ഛൻ ഇന്ദ്രിയങ്ങളെ ഒന്നും നിയന്ത്രിക്കാതെ 10 ദിക്കുകളും ഞാൻ കീഴടക്കി എന്ന് ധരിക്കുന്നു. എല്ലാ ദിക്കുകളും, ഈ 10 ദിക്കുകൾ, വടക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, അങ്ങനെ 10 ദിക്കുകൾ കീഴടക്കി എന്ന് വിചാരിക്കുകയാണ്. അതായത് ഇവൻ എല്ലാ ലോകവും കീഴടക്കി, പക്ഷെ അവൻ്റെ ഇന്ദ്രിയം മാത്രം കീഴടക്കാൻ അവന് പറ്റിയിട്ടില്ല. എന്നിട്ട് വിചാരിക്കുക എല്ലാം കീഴടക്കി എന്ന് വെച്ചിരിക്കുകയാണ്. എന്നാൽ മനോനിഗ്രഹം നേടിയിട്ട് നമ്മൾ അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ശരീരങ്ങൾക്കിടയിൽ തുല്യഭാവം നേടി, ശരീരങ്ങൾക്കിടയിൽ, ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും തുല്യത കാണുക, എല്ലാം ബ്രഹ്മമായി കാണുക. എല്ലാവരും തൻ്റെ ഭാഗങ്ങളാണ്, ആ ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണ്. എല്ലാവരെയും തന്നെ പോലെ കാണുക. അങ്ങനെ വിവേകം വന്നാൽ തൻ്റെ അജ്ഞതയാൽ ഉടലെടുത്ത ശത്രുക്കളെല്ലാം ഉണ്ടാകില്ല. പിന്നെ എല്ലാവരെയും ഒരേപോലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല. തൻ്റെ അജ്ഞത മൂലം ഉണ്ടാകുന്ന ശത്രുക്കൾ ഉണ്ടാവില്ല. അവനെന്ത് വരും? അപ്പോഴാണ് വിവേകം ഉദിക്കുന്നത്. ഇനി 12 ഹിരണ്യകശിപു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യമാണ് വന്നത്. അദ്ദേഹം പറയുകയാണ്, നീ ചാകാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലായി. നിന്റെ സംസാരമെല്ലാം കേട്ടിട്ട് നീ ചാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബുദ്ധി കെട്ട് വീമ്പു പറയുന്ന നീ ചാകാൻ പോകുന്നവൻ്റെ വാക്കുകൾ പോലെ കീഴെയും മീഴയും മുകളിലും താഴെയും മുകളിലും ഒന്നും നോക്കാതെയുള്ള നിന്റെ സംസാരം, അതായത് വലിയവനെന്നോ താഴവനെന്നോ ഒന്നും ചിന്തിക്കാതെയുള്ള തൻ്റെ സംസാരം ചാകാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ തീരുമാനിച്ചു, ഇവൻ ചാകാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. എന്നിട്ട് 13 പറയുന്നു, എടാ ഭാഗ്യദ്രോഹി, ഞാനല്ലാതെ വേറൊരാൾ
സർവലോക നിയന്താവായി ഉണ്ടെന്ന് നീ പറയുന്നുവല്ലോ. നീ പറയല്ലേ ഈ ഹിരണ്യകശിപു വിചാരിച്ച ഈ 3 ലോകങ്ങൾ കീഴടക്കി ഞാനേ ഉള്ളൂ, ഇതിൻ്റെ താഴെ ഇനി മുകളിൽ ആരും തന്നെ ഇല്ല. അപ്പം ഞാനല്ലാതെ വേറൊരാൾ ഉണ്ട് എന്നാണ് നീ പറയുന്നത്. നിന്റെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ. അവനെവിടെയാണുള്ളത്? അത് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു അവൻ എല്ലായിടത്തും ഉണ്ട് എന്ന്. എന്നാ പിന്നെ ഈ തൂണിലുണ്ടോ എന്ന് അവൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് പറയുന്നു? ഓ ഉണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി പറയുകയാണ്. ഇനി 14 എല്ലാറ്റിലും വിപരീതം പറയുന്ന അവനോട് അവനെന്ത് പറഞ്ഞു? പിന്നെ ഈ ഹിരണ്യകശിപു എല്ലാറ്റിലും വിപരീത പറയുന്നത്. ചോദിച്ചാലെല്ലാം ശരിയായ ഉത്തരമൊന്നുമല്ല, ഇങ്ങേർക്ക് ദഹിക്കാത്ത ഉത്തരങ്ങളാണ് പറയുന്നത്. അപ്പം അവനോട് എന്തു പറഞ്ഞു? ഞാനിനി നിന്റെ തല ഉടലിൽ നിന്ന് വേർപെടുത്തുവാൻ പോവുകയാണ്. ഞാൻ നിന്റെ തലേനെ ഉടലിൽ നിന്ന് വേർപെടുത്താൻ പോവുകയാണ്. ഏതൊരുവൻ നിന്നെ രക്ഷിക്കുന്നുവോ എന്ന് പറഞ്ഞുവല്ലോ. നീ പറഞ്ഞല്ലോ ഏതോ ഒരാൾ നിന്നെ രക്ഷിക്കാനുണ്ട്. ഇവിടെ എല്ലാം നിറഞ്ഞു കിടക്കുന്നത് ആ ഹരി, അതായത് നീ പറഞ്ഞ ഹരി, ശ്രീഹരി. ഇനി അവൻ നിന്നെ രക്ഷിക്കട്ടെ, ഞാൻ ഇതാ നിന്റെ തലയറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ അസുര ചക്രവർത്തി പുത്രനെ പല വിധത്തിൽ പറഞ്ഞ് പീഡിപ്പിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ പലതും പറഞ്ഞിട്ട് പീഡിപ്പിച്ചു പുത്രനെ. എന്നിട്ട് എന്ത് ചെയ്തു? വാളുമായിട്ട് സിംഹാസനത്തു നിന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് മടക്കി പിടിച്ച മുഷ്ടി കൊണ്ട് ആ തൂണിനെ അങ്ങ് ഇടിച്ചു. ആ തൂണിലുണ്ട് എന്നല്ല പറഞ്ഞു, ഒരൊറ്റ ഇടി തീർന്നിട്ട് കൊടുത്തു. ഇതെല്ലാവർക്കും അറിയുന്ന കഥയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 16 പറയാണ്, അപ്പോൾ അതിനകത്ത് ഘോര ഗർജനം കേട്ടു, ബ്രഹ്മാണ്ഡ കടാഹം തകർന്നു പോലെ. ബ്രഹ്മാണ്ഡ കടായ ഒന്നിക്ക് ബിഗ് ബാങ് തിയറി പോലെ അപ്പം പൊട്ടിത്തെറിച്ച പോലെ, അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ഡം ഈ പ്രപഞ്ച അവസാനം എല്ലാം 7 ലോകങ്ങളും പൊട്ടി നശിക്കുന്ന ഒരു കൽപ്പാന്തകാലത്തിൽ സംഭവിക്കുന്ന ആ ഒരു അവസ്ഥ പോലെയാണ് അവിടെ അനുഭവപ്പെട്ടത് എന്ന് പറയുകയാണ്. അതായത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോഴുള്ള ആ ഭയാനകമായ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. തൂണെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. കാരണം തൂണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മലകളടക്കം തെറിക്കാൻ പോവുകയാണ്. ഈ ഭൂമി സൂര്യനെ ചുറ്റാൻ പോകുമ്പോൾ ഗർജനം കേട്ടു. ബ്രഹ്മാദി ദേവന്മാരെല്ലാം, അപ്പം ലോകം മുഴുവൻ ബ്രഹ്മാദി ദേവന്മാർ താമസിക്കുന്ന ആ വസതിയിലടക്കം, അവരുടെ കൊട്ടാരത്തിലടക്കം ഈ ശബ്ദം അവിടത്തേക്കെത്തി. അവരുടെ കൊട്ടാരത്തിലും അവർ താമസിക്കുന്ന സ്ഥലത്തും എല്ലാം ഈ ശബ്ദം എത്തി. അപ്പൊ അവർ തീരുമാനിച്ചു എന്തോ കേന്ദ്രം നശിക്കും, ഇതെല്ലാം നമ്മളുടെ വാസകേന്ദ്രങ്ങളെല്ലാം നശിക്കാൻ നാശം സംഭവിക്കുക, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോവുകയാണെന്ന് അവർ ചിന്തിച്ചു. എന്നിട്ട് 17 പുത്രപദത്തെ ആഗ്രഹിച്ചു നീങ്ങിയ അസുര സംഘത്തലവൻ, അതായത് ഹിരണ്യകശിപു പുത്രനെ വധിക്കാൻ വേണ്ടി നിന്നതാണ്. കിടുകിടെ വിറച്ചു പോയി ഈ ശബ്ദം കേട്ടപ്പോൾ. ഇത് നോക്കി, ഇത് എവിടെ നിന്നാണ്? സഭാമധ്യത്തിലെല്ലാം നോക്കി ഇവിടെ നിന്നാണ് ഈ ശബ്ദം വന്നതെന്ന്. അപ്പം 18 അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പ്രഹ്ലാദന്റെ വാക്കുകൾ സത്യമെന്ന് തെളിയിക്കുവാനായി, പ്രഹ്ലാദൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലായിടത്തും ഉണ്ട് എന്ന്, അപ്പം കാണിച്ചു കൊടുക്കണമല്ലോ. എവിടെയാ ഉള്ളത് കാണിച്ചാന്നല്ല പറഞ്ഞത്, ഇതാ വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പുറത്തേക്ക് വന്നത്. മൃഗവും മനുഷ്യനുമല്ലാത്ത നരസിംഹരൂപത്തിൽ പിളർന്ന തൂണിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാ വന്നത്? മൃഗവുമല്ല മനുഷ്യനുമല്ല, നരസിംഹം. അപ്പം നരനുമാണ് മനുഷ്യനും കൂടിയ ഒരു പ്രത്യേക ജീവി. കാരണം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യൻ തന്നെയാണ്. ബുദ്ധിശക്തി, ആ ശരീരശക്തി എല്ലാം ഉണ്ടല്ലോ എന്തിനേയും കീഴടക്കാനുള്ള. പിന്നെ മൃഗങ്ങളിലാണെങ്കിൽ സിംഹത്തിനുള്ള ശൗര്യം അതും ഇതുമെല്ലാം ഉണ്ടല്ലോ. ഇത് രണ്ടും കൂടി ഒരു പ്രത്യേക ജീവി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ശക്തി
എല്ലാറ്റിലും നിറഞ്ഞെടുക്കുന്ന, ആ ഭൂമിയിലും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞെടുക്കുന്ന ആ ശക്തിയാണ് ഭൂമി സൂര്യന് ചുറ്റും ചുറ്റുമ്പോഴുള്ള ഈ പൊട്ടിത്തെറിയുടെ അവസ്ഥയിൽ അതിനെ ഭൂമിയെ തെറിക്കാതെയെല്ലാം ഒരുമാതിരി പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഭൂമിയെ അതേ അവസ്ഥയിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്തത് ചലിക്കുമ്പോൾ. അതെങ്ങനെയാ എന്ന് ഋഷികൾക്ക് പോലും ആശയക്കുഴപ്പമാണ്. ഇന്ന് ശാസ്ത്രലോകത്തിന് തന്നെ ആശയക്കുഴപ്പമായിരിക്കും. ഇത്രയും ഈ ഭൂമി ചലിക്കുമ്പോൾ ഇതെല്ലാം എവിടെ എങ്ങനെ പൊട്ടിത്തെറിച്ചു? കാരണം ഇതൊന്നും നട്ടും പൊളിട്ട് വിട്ട് പിടിപ്പിക്കൊന്നുമല്ല. വെള്ളമെല്ലാം തെറിച്ചു പോവില്ലേ, പാറകളെല്ലാം തെറിച്ചു പോവില്ലേ ഈ ഗ്രഹങ്ങളെല്ലാം ചുറ്റാൻ തുടങ്ങുമ്പോൾ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് സ്പീഡിലാണ് ചുറ്റുന്നത്. എല്ലാം കൂട്ടിയിട്ടിച്ച് എന്തൊരു ഭയാനകമായ അവസ്ഥയാണ്. ഇതാരാണ് ഭൂമിയെ പിടിച്ച് ആ അവസ്ഥയിലേക്ക് നിർത്തിയത്? അതാണ് ഏതോ ഒരു ജീവി രൂപത്തിൽ നിന്ന് കഥയിൽ വ്യാഖ്യാനിക്കുകയാണ്. 19 അസുര ചക്രവർത്തി ശബ്ദം വന്ന തൂണിൽ നോക്കിയപ്പോൾ അതിൽ നിന്നും മനുഷ്യനും മൃഗമില്ലാത്ത ഒരു ജീവി പുറത്തേക്ക് വരുന്നത് കണ്ടു. അത്ഭുതം തോന്നിപ്പോയി അദ്ദേഹം. ആ പുറത്തേക്ക് വരുന്ന മനുഷ്യനുമല്ല മൃഗവുമല്ല, അല്ല ആ മൃഗവുമല്ല. വരം വാങ്ങിയിട്ടുണ്ടല്ലോ മനുഷ്യനും മൃഗവും ഇതുവരെ ജനിക്കാതെ ഒരേ തരത്തിലുള്ള ഒരു തരത്തിലുള്ളതും കൊണ്ട് എനിക്ക് മരണം ഉണ്ടാകാൻ പാടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിയാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി 20 ഇങ്ങനെ ചിന്തിച്ച അവൻ്റെ മുൻപിൽ നരസിംഹമൂർത്തി നേർക്കുനേർ വന്നു നിന്നു. അവൻ്റെ നേരെ മുമ്പിൽ വന്ന് നിന്നു. ആ രൂപം അത്യധികം ഭീതിജനകമായിരുന്നു. ആ രൂപം ഇനി അതിൻ്റെ വർണ്ണനയാണ്. ഉരുകിയ സ്വർണം പോലെയാണ് അതിൻ്റെ നേത്രങ്ങൾ തിളങ്ങിക്കൊണ്ടിരുന്നത്. ചിതറിയ ജഡ, കണ്ഠരോമങ്ങളും വീർത്ത മുഖവും എല്ലായിട്ടാണ് മുമ്പിൽ വന്ന് നിന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വർണ്ണന തന്നെയാണ്. ഭീകരത്തേറ്റ വാളുപോലെയുള്ള നാവ്, ഇളക്കമില്ലാത്ത ചെവി, പർവ്വത ഗുഹ പോലെയുള്ള തുറന്ന വായു മൂക്കുമല്ല. അങ്ങനെയുള്ളൊരു ഭയാനക രൂപം. ഇനി 22 ആകാശത്തോളം ഉയർന്ന ശരീരം. കാരണം അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ സൃഷ്ടി പ്രപഞ്ചമുണ്ടാകുന്നതിൻ്റെ ഭാഗമാണല്ലോ, സൗരയൂഥ സൃഷ്ടി എല്ലാം. ഇവിടെ മാത്രമല്ല, ഈ ഗ്രഹങ്ങൾ ചുറ്റുന്നത് ഈ സൂര്യന് ചുറ്റും ഭൂമിയെ പറ്റിയാണ് പറയുന്നുണ്ടെങ്കിലും എല്ലാ ഗോളങ്ങളും അതുമാതിരി ആകാശത്തിലുള്ള എല്ലാ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്. ആ എല്ലാ ചുറ്റുന്നതിൻ്റെ അവസ്ഥ തന്നെയാണ് ഇവിടെ പറയുന്നത്. വെളുത്ത രോമങ്ങൾ, കൃശമായ അരക്കെട്ട്, ആ ശരീര കഥാപാത്രത്തിൻ്റെ ഒരു വർണ്ണനയായിട്ട് കണ്ടാൽ മതി. വിശാലമാറിടം, കുറേ കരങ്ങളുണ്ട്. പിന്നെ നഖങ്ങളാകുന്ന ആയുധങ്ങളൊന്നും കൊള്ളാൻ പാടുള്ളതുകൊണ്ട് നഖങ്ങൾ. ഇനി 23, 24 മായാവിയായ സിംഹവേഷത്തോടെ വിഷ്ണു വന്നതാകാം. അപ്പോൾ മായാവിയായ വിഷ്ണു ഒരു സിംഹവേഷത്തോടു കൂടി കയറി വന്നതാണെന്ന് ആർക്ക് മനസ്സിലായി? ഹിരണ്യകശിപിന് മനസ്സിലായി. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഇത്തരം പ്രയത്നത്തിലൂടെ എന്ത് കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെയെല്ലാം വന്നിട്ട് വല്ല കാര്യമുണ്ട്? കാരണം ഇവന് അത്രയും വലിയ വരം കിട്ടിയിരിക്കുകയല്ലേ എന്നാൽ ചിന്തിച്ചുകൊണ്ട് ഗദയും എന്തിയിട്ട് ആ അസുര മുഖ്യൻ എന്ത് ചെയ്തു? നരസിംഹമൂർത്തിയുടെ നേരെ കുതിച്ചു ചാടി. അപ്പം അങ്ങനെ അതിലേക്ക് കുതിച്ചു ചാടിയപ്പോൾ അഗ്നിയിൽപ്പെട്ട പാറ്റ പോലെ ആ സമയം അദ്ദേഹത്തെ ആ പ്രഭയിൽ കാണുവാനായില്ല. കാരണം ഭൂമി സൂര്യന് ചുറ്റുന്ന ആ അവസരത്തിൽ ഭൂമിയിൽ എന്തായാലും കുറേ സാധനങ്ങളെല്ലാം തെറിക്കും, പോകാപടലങ്ങളും കൂട്ടിമുട്ടിയിട്ട് പോകുകയെല്ലാം മൂടിപ്പോവും. അന്തരീക്ഷം ആ അവസ്ഥ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഭൂമി ചലിക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരു ബസ്സിൻ്റെ മേലെ അതിൻ്റെ വാതിലുകളെല്ലാം നട്ടെല്ലാം ഊരി വെക്കണം, ബസ്സിൻ്റെ വാതിൽ. എന്നിട്ടാണ് ഇങ്ങനെ തൊട്ട് വെക്കണം അതിൻ്റെ ഷീറ്റുകളെല്ലാം. ടയറും ഒന്നും നട്ടൊന്നും മുറുക്കാതെ ഇളയപ്പോകത്തക്കവണ്ണം വെക്കുക. ഇതിന് മുകളിൽ കുറേ പാത്രത്തിൽ വെള്ളവും
സാധനങ്ങളെല്ലാം കയറ്റി വെക്കണം. എൻ്റെ അകത്തും ആൾക്കാരെല്ലാം കുറേ നിൽക്കണം, പിടിയൊന്നും ഉണ്ടാകാൻ പാടില്ല ബസ്സിൻ്റെ അകത്ത്. എന്നിട്ട് ബസ് പെട്ടെന്ന് അങ്ങ് എടുത്തു നോക്കി, എന്തായിരിക്കും അവസ്ഥ? ഇത് ഭൂമിയാണ്, ബസ് എന്നാണ് ചെറിയൊരു സാധനം. ഇനി 25 സൃഷ്ടികാലത്തെ ഇരുട്ടിനെ ഏതു പ്രകാരം ആ ശക്തി തൻ്റെ പ്രഭയാൽ കടിച്ചു തിന്നുവോ, ആ ഇരുട്ടിനെ മുഴുവൻ ഭക്ഷിച്ചുവോ. അതായത് സൃഷ്ടി സമയത്ത് പ്രപഞ്ചത്തിൽ എന്തില്ല, വെളിച്ചമൊന്നുമില്ല, അന്ധകാരമാണ്, ശൂന്യമായ സ്ഥലം, അന്ധകാരം. ആ സമയത്ത് സൃഷ്ടിയുടെ തുടക്കത്തിൽ എനർജി പ്രവഹിക്കാൻ തുടങ്ങി, ഊർജം. അപ്പോൾ പ്രഭ ചൊരിഞ്ഞതുപോലെ ആ രൂപത്തിൽ ശ്രീഹരി പ്രതിഭാസിക്കുന്നത് അത്ഭുതമല്ലല്ലോ. അങ്ങനെയുള്ള സൃഷ്ടി സമയത്ത് ഇങ്ങനെയല്ല ശോഭിച്ച പോലെ ശോഭിക്കുന്നതിൽ വേറെ അത്ഭുതമൊന്നും ഇല്ല. ഊർജം ആദ്യം ഒന്നുമില്ല, പിന്നെ അത് തരംഗ രൂപത്തിൽ ഊർജമായിട്ടാണ് ആദ്യം പ്രവഹിച്ചത്. അപ്പോൾ എന്തായിരിക്കും, അന്തരീക്ഷം മുഴുവൻ പ്രഭ കൊണ്ട് മിന്നും. അപ്പോൾ അസുരൻ ഗത കൊണ്ട് നരസിംഹമൂർത്തിയെ അടിച്ചു. ഇനി 26 പറയാണ്, തിരിച്ചും മറിച്ചും അതേ അടിച്ചു, ഗത ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും എല്ലാം അടിച്ചു. അപ്പോൾ അവനെ ഗരുഡൻ പാമ്പിനെ തൂക്കിയെടുക്കുന്നത് പോലെ ഈ നരസിംഹമൂർത്തി എന്ത് ചെയ്തു, അവനെ ഇങ്ങ് പൊക്കിയെടുത്തു, പിടിച്ചെടുത്ത്. അങ്ങനെ പിടിച്ചെടുത്തതിന് ശേഷം സർപ്പത്തെ ഗരുഡൻ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു തമാശ രൂപത്തിലൊന്ന് വിടുന്ന മാതിരിയാക്കും, എടുത്തിട്ട് പിന്നെ ഒന്ന് വിടും, പിന്നെ ഒന്നും കൂടിയും പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒന്ന് ലൂസാക്കി കൊടുത്തപ്പോൾ ഇവൻ കയ്യിൽ നിന്ന് എന്തായാലും ചെയ്തു, കുതറിയിട്ട് പുറത്തേക്ക് ചാടി. ഒരു തമാശക്കൊന്ന് വിട്ടുകൊടുത്തതാണ്. അപ്പോൾ 27 മേഘങ്ങൾക്കിടയിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന ദേവന്മാരെല്ലാം മേഘങ്ങളെ ഇടയ്ക്കയിൽ നിന്നുകൊണ്ട് ഈ യുദ്ധം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കത് ശരിയായില്ല എന്ന് തോന്നി. അയ്യെ പിടിച്ചിട്ട് വിട്ടുപോയി, ഇവൻ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നുള്ള ഒരു തോന്നി. അസുരൻ അപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ട്. അവൻ തൻ്റെ ശക്തി കൂടുതൽ സംഭരിച്ചിട്ട് വാളും പരിചയം എടുത്തുകൊണ്ട്, പിന്നെ ഗതയെല്ലാം വിട്ട് വാളും പരിചയം എടുത്തുകൊണ്ട് നരസിംഹമൂർത്തിയോട് ഏറ്റുമുട്ടി. എന്നിട്ട് 28 പറയുകയാണ്, മുകളിലും താഴെയെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വാളും പരിചയം ജ്വലിച്ച് നിൽക്കുന്ന അവൻ്റെ നേരെ നരസിംഹമൂർത്തി എന്ത് ചെയ്തു, ശക്തിയിലൊന്ന് ഗർജിച്ചു കൊടുത്തു. ഗർജിച്ചപ്പോൾ അവൻ്റെ കണ്ണെല്ലാം പേടിച്ച് മൂടിപ്പോയി. അപ്പോൾ അവനെ എന്ത് ചെയ്തു, പിടികൂടി. അപ്പൊ 29 4 പാടുകൾ കുതിരിച്ച് ചാടുവാൻ ശ്രമിച്ച അവനെ ഇന്ദ്രന്റെ വജ്രായുധത്താൽ പോലും പോറലേൽക്കാത്ത ആ ശരീരത്തെ, ഇന്ദ്രന് പോലും വജ്രായുധത്താൽ ആ ശരീരത്തെ മുറിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തില് സൃഷ്ടി നടക്കുമ്പോഴെല്ലാം നമ്മൾ വേദങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, സൃഷ്ടി നടക്കുമ്പോഴെല്ലാം എല്ലാ കർമ്മത്തെയും പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി ആരാണ്? ഇന്ദ്രനാണ്. പക്ഷെ ഇവിടെ ഇന്ദ്രൻ അതൊന്നും നടന്നില്ല. ഈ സൃഷ്ടി സമയത്ത് ഈ ഒരു പ്രത്യേക ഘട്ടങ്ങളിലെല്ലാം ഇന്ദ്രനെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. അത് വിഷ്ണു തന്നെ കയറി വരേണ്ടി വന്നു. അത്രയും വലിയ പ്രയത്നങ്ങളാണിത്. അവരെ ശരീരത്തെ ഉമ്മറപ്പടിയിൽ വെച്ചിട്ട് തൻ്റെ തുടമേൽ കിടത്തി. എന്നിട്ട് നഖങ്ങളെ കൊണ്ട് അതിവിഷമുള്ള പാമ്പിനെ എന്ന പോലെ പിളർന്നു. അവനെ നഖങ്ങൾ കൊണ്ട് അവനെ രണ്ടായിട്ട് പിളർന്നു. എവിടെ വെച്ചിട്ടാണ്? സന്ധ്യാസമയത്താണെന്ന് പറഞ്ഞപ്പോൾ ഭൂമി എന്തില്ല, തിരിയുന്നില്ല. ഭൂമി സൂര്യന് ചുറ്റും പോകാൻ പോകുന്നേ ഉള്ളൂ. തന്നെത്താ തിരിഞ്ഞാൽ പകലും രാത്രി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സന്ധ്യാസമയം എന്ന് പറഞ്ഞു. ഉമ്മറപ്പടി. അപ്പം പുറത്തുമല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഭൂമിയിൽ ഭൂമി എന്ന് പറയാൻ പോലും തന്നെ അതായിട്ടില്ല. ഭൂമി എന്ന് പറയേണ്ടിക്ക് തന്നെ സൂര്യന് ചുറ്റണം, ദിനരാത്രങ്ങൾ ഉണ്ടാകണം, ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേ അതിന് ഭൂമി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെന്താണ്, വെറും ഒരു ഗോളം. അപ്പം അകത്തുമല്ല പുറത്തുമല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഒന്നുമല്ല ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജായിട്ട് ചിത്രീകരിച്ചത്.
എന്നിട്ട് 30-31 അപ്പൊ അവരെ ആ നരസിംഹമൂർത്തി എന്താണ് ചെയ്ത, കോപത്താല് രൗദ്രഭാവം കൂടിയിട്ട് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റാത്ത തരത്തില് വായിനെ പിളർന്നിട്ട് ആ രണ്ട് വായിന്റെ രണ്ട് വശവും നാവിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് നക്കി. ഏതാണ് സിംഹത്തെ കീഴടക്കിയ, സിംഹമല്ല, ആനയെ കീഴടക്കിയ സിംഹത്തെ പോലെ ആനേനെ കീഴടക്കിയിട്ട് സിംഹം എന്ത് ചെയ്യും, നാലിലൊന്ന് തുടച്ച് വായെല്ലൊന്ന് ശരിയാക്കുന്ന മാതിരിയാണ് ഇത് ശരിയാക്കിയത്. അങ്ങനെയാണ് തോന്നിയതെന്ന് പറയുകയാണ്. ആനേനെ കീഴടക്കിയിട്ട് സിംഹം നാലിലൊന്ന് വായെല്ലാം നാവ് കൊണ്ടൊന്ന് ശുദ്ധിയാക്കി എടുക്കുന്നത് പോലെ. എന്നിട്ട് അവൻ്റെ കുടൽമാലകളെയെല്ലാം അണിഞ്ഞു, നഖങ്ങളെ കൊണ്ട് കീറി പിളർന്നു. അവർ അവൻ്റെ ഹൃദയ കമലത്തെ കീറി പിളർന്നതിൻ്റെ ശേഷം അവനെ വിട്ടിട്ട് മറ്റുള്ള കരങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, അവനെ സഹായിക്കാൻ ചുറ്റും വന്ന് നിന്ന അസുരന്മാരെയെല്ലാം എന്ത് ചെയ്തു, കൊന്നൊടുക്കി. എന്നിട്ട് 32 മേഘങ്ങൾ ജടകളാൽ ഉലയപ്പെട്ടു എന്ന് പറയുകയാണ്. അത്രയും വലിയ രൂപത്തിലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഒക്കെ മേഘങ്ങളാലും അവന്റെ ജട, ആര്, നരസിംഹമൂർത്തിയുടെ ജടയാല് മേഘങ്ങളെല്ലാം എന്തായിപ്പോയി, ചിതറിപ്പോയി എന്ന് പറയണം. അത് അത്രയും ഭീകരമായ രൂപം. അതായത് ലോകത്തില് പ്രപഞ്ചം മുഴുവൻ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഭൂമി സൂര്യനെ ചുറ്റുന്ന മാത്രമല്ല, എല്ലാ ഗോളങ്ങളെയും സൂര്യന് ചുറ്റും ചുറ്റിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമെല്ലാം. അപ്പൊ ലോകം മുഴുവൻ ഇത് വ്യാപിച്ചു കിടക്കുകയാണ്. ഗ്രഹങ്ങളെല്ലാം എന്തായി, നിന്തിരുവടിയുടെ നേത്രജ്വാലയാൽ പ്രകാശിതമായി. അപ്പം ഗ്രഹങ്ങളെല്ലാം പ്രകാശിക്കാൻ തുടങ്ങി ഇതിൻ്റെ പ്രഭ കൊണ്ട്. സമുദ്രങ്ങളെല്ലാം ഇളകി മറഞ്ഞു. അപ്പം ഭൂമിയിൽ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ എന്താ, കുലുങ്ങും. അഷ്ടദിക്കുകൾ ഭയന്ന് നിലവിളി കൂട്ടി. അപ്പൊ എല്ലാ ദിക്കുകളിൽ നിന്നും പലതരം ശബ്ദങ്ങൾ. ഇത് ഏത് അവസ്ഥയിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ, ആ ബിഗ് ബാങ് തിയറി നടന്ന ആ സമയത്ത് പൊട്ടിത്തെറിച്ചിട്ട് പുതിയതായിട്ട് രൂപങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ 7 ലോകങ്ങളായിട്ട് തിരിയുന്നുണ്ട്. അത് പിന്നെ ഇങ്ങനെയെല്ലാം പലതായിട്ട് മാറുന്ന ഒരു സ്റ്റേജായിട്ട് ഇതിനെ സങ്കല്പിക്കുക. പിന്നെ 33 ദേവലോക എല്ലാം, മുകളിലുള്ള സ്വർഗലോകം എല്ലാം ഇളകി മറഞ്ഞു. ജടകളാൽ ഇളകി മറഞ്ഞിട്ട് അവിടെയുള്ള ദേവന്മാരുടെ വിമാനങ്ങളെല്ലാം ഏതെല്ലോ വഴിക്കായി പോയി എന്ന് പറയുകയാണ്. ഇന്നത്തെ യുദ്ധം പോലെ തന്നെ ബോംബെല്ലിട്ടാലും വിമാനങ്ങളെല്ലാം എല്ലാ ഭാഗത്തും ആവുമല്ലോ. അതുകൊണ്ട് ദേവന്മാരുടെ വിമാനങ്ങളെല്ലാം ഏതെല്ലോ ഭാഗത്തെത്തിപ്പോയി, തെറ്റി വ്യതിചലിച്ചു പോയി അവരുടെ സ്ഥലങ്ങളിൽ നിന്നെല്ലാം. ഭൂമി പ്രകമ്പനം കൊണ്ടു, മലകളെല്ലാം കീഴ്മേൽ മറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, മലകളെന്താവും, കുറേ മലകളെല്ലാം പൊടിയെല്ലാം ചെയ്യും. ഈ ഭൂമി ഇങ്ങനെ ചലിക്കുമ്പോൾ ആദ്യം നല്ല സുന്ദരമായിട്ട് മലയെല്ലാം ഉണ്ടായിട്ടാണ്, പിന്നെ അതെല്ലാം പൊളിഞ്ഞ് കീഴ്മേൽ മറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനിയോ അന്തരീക്ഷം ആ തേജസ്സിനാൽ നിഷ്പ്രഭമായി പോയി. അന്തരീക്ഷം എല്ലാം ആകെ പൊടിപടലങ്ങളെല്ലാം കൊണ്ട് ഒരുമാതിരിയായി തീർന്നു. ഇനി 34 അസുരവധശേഷം ആ നരസിംഹമൂർത്തി അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. ആരുടെ? ഈ ഹിരണ്യകശിപിന്റെ. എന്നിട്ട് എതിരാളിയായിട്ട് ആരും ഇല്ലാതെ കൊണ്ട് ആകെ ഒരു മതി വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഏറ്റുമുട്ടാൻ വേറെ പറ്റിയ കക്ഷികളൊന്നും ഇല്ല. എല്ലാത്തിനെയും തീർന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ നിൽക്കുമ്പോൾ മറ്റുള്ള ആ പ്രഭുവിന്റെ മുന്നിൽ മറ്റുള്ളവർക്കൊന്നും അദ്ദേഹത്തെ പോയി സാന്ത്വനിപ്പിക്കാനോ എന്തെങ്കിലും സേവ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അത്രയും ഭീകരമായ അവസ്ഥയിലാണ്. ആ സമയത്തെ ഭീകരാവസ്ഥയാണ് വിവരിക്കുന്നത്. ഇനി 35 3 ലോകത്തിനും തലവേദനയായ അസുരൻ വധിക്കപ്പെട്ടപ്പോൾ കുറെ ദേവസ്ത്രീകളെല്ലാം വളരെ ആനന്ദത്തിൽ ആറാടാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരെല്ലാം പുഷ്പവൃഷ്ടി വർഷിച്ചു എന്ന് പറയാണ്. ദേവസ്ത്രീകൾക്കെല്ലാം വലിയ സന്തോഷമായി.
അവർ ആനന്ദം കൊണ്ട് എന്ത് ചെയ്തു? പുഷ്പവൃഷ്ടി വർഷിച്ചു. അപ്പൊ ദേവകളെല്ലാം എന്ത് ചെയ്തു? അവരുടെ വിമാന നിരകൾ ആകാശത്തിൽ, ദേവകളെല്ലാം വിമാനത്തിൽ കയറിയിട്ട് ഇങ്ങനെ ആകാശത്തിൽ വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ള ഗോളങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. ഇതാണ് ഈ വിമാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ബാക്കിയുള്ള ഗോളങ്ങളും എല്ലാം ചുറ്റാൻ തുടങ്ങി. വേറെ ആകാശത്തിലുള്ള മറ്റുള്ള ഗോളങ്ങളും എല്ലാം ചുറ്റാൻ പറ്റി. അതെല്ലാം ഈ വിമാനം, ദേവന്മാരുടെ വിമാനം ഈ ഭൂമി ഗോളങ്ങൾ തന്നെയാണ്. അതെല്ലാം ചുറ്റാൻ തുടങ്ങി ആകാശത്ത് നിറച്ചും. അതാണ് ഇവിടെ ദേവന്മാരെയും കൊണ്ട് വിമാനങ്ങൾ ആകാശത്ത് അങ്ങനെ നിറഞ്ഞു എന്ന് പറയുകയാണ്. അവരെന്ത് ചെയ്തു? ദുന്ദുബി എല്ലാം മുഴക്കി, ഗന്ധർവന്മാരെ പാട്ടുപാടിയും അപ്സരസ്ത്രീകൾ നൃത്തം വെക്കുകയെല്ലാം ചെയ്തു എന്ന് പറയുകയാണ്. ഇനി 36, 37, 38. ബ്രഹ്മ, ഇന്ദ്രൻ, ശിവൻ, മഹർഷികൾ, പിതൃക്കള്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, നാഗന്മാര്, മരുക്കള്, പ്രജാപതികള്, ഗന്ധർവന്മാര്, അപ്സരസുകള്, ചരണന്മാര്, യക്ഷ, കിന്നര, വേതാള, സിദ്ധ, ഇവരെല്ലാവരും, പിന്നെ വിഷു പാർഷദന്മാരും കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അധികം ദൂരെയല്ലാതെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ കുറച്ച് ദൂരെ നിന്നുകൊണ്ട്, പേടിയുണ്ട് അടുത്തല്ല, എല്ലാവരും കൈകൂപ്പിക്കൊണ്ട് അവർ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായിട്ട് അദ്ദേഹത്തെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് എല്ലാവരും അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. കാരണം ഈ ലോകം ആർക്ക് വേണ്ടിയുള്ളതാണ്? ഈ ലോകം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം വേണ്ടി തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള കക്ഷികളാണല്ലോ ഈ ദേവന്മാർ എല്ലാം. അപ്പോൾ ഓരോരുത്തരും സ്തുതിക്കുകയാണ്. 40 പറയുകയാണ്, ബ്രഹ്മമാണ് ആദ്യം സ്തുതിക്കുന്നത്. സൃഷ്ടി നടത്തുന്ന കക്ഷിയാണല്ലോ ആദ്യം സ്തുതിക്കേണ്ടത്. അറ്റം കാണാത്ത ശക്തിയോടുകൂടിയാണ്. അപ്പൊ ഇത് ഏതാണ് ശക്തി? പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ആ ശക്തിയാണ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്. ആ ശക്തി തന്നെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റുമ്പോൾ ആ ഗ്രഹങ്ങളെല്ലാം പൊടിഞ്ഞു പോകാതെ, തെറിച്ചു പോകാതെ പരിപാലിച്ച ആ ശക്തി. അത് തീരുമാനിച്ച വലിയ കാര്യങ്ങൾ നടക്കുള്ളൂ. അത്രയും ശക്തിയുള്ളതാണത്. അത്ഭുത പ്രഭാവനായ, വിശുദ്ധ കർമ്മനിരതനായ, വിശുദ്ധമായ കർമ്മങ്ങളെല്ലാം അദ്ദേഹം തന്നെയാണ് അവതാരമായിട്ട് വന്നിട്ട് ചെയ്യുക. വിനോദത്തിനായി ത്രിഗുണങ്ങളാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. എങ്ങനെ? സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാം നടത്തുന്നവനെങ്കിലും ഒരു തമാശക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും അതിനെന്തില്ല, അത് അവിനാശിയാണ്. അതിനിതിലൊന്നും താല്പര്യമില്ല. അത് നിഷ്ക്രിയനായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം തമാശക്ക് വേണ്ടി അത് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. രുദ്രൻ പറഞ്ഞത് 41 ഭഗവാന്റെ കോപത്തിനു ഉചിതമായ കാലം കൽപ്പാന്തകാലമാണ്. രുദ്രൻ പറഞ്ഞത് ഭഗവാൻ ഏറ്റവും അധികം കോപിക്കുന്ന കാലം എപ്പോഴാണ്? കൽപ്പാന്തകാലം. ലോകം അവസാനിക്കുമ്പോഴാണ് ഇതിനെ മുഴുവൻ ഇടിച്ച് പൊളിച്ച് കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ പോയി ഒന്നുമല്ലാതെ ആക്കുന്നത്. ഈ 14 ലോകങ്ങളും കത്തി നശിപ്പിച്ച് പൊടിച്ച് പൊടിയാക്കിയിട്ട് ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നതിനെക്കാട്ടിയും വലിയൊരു കൽപ്പാന്ത കാലത്തിലാണ് ആ ശക്തി അത്രയും പ്രവർത്തിക്കേണ്ടത്. ഇവൻ നിസ്സാരമായ ഒരു അസുരൻ അവൻ കൊല്ലപ്പെട്ടു. ഞാൻ പറയാണ്, ഇത് ഇത്രയും വലിയ രൂപത്തിന് വന്നിട്ട് എന്നും ദേഷ്യം കോപാല തീരാതെ അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടൊന്നും തടുക്കാൻ പറയാണ്. എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ കോപിഷ്ഠനായിട്ട് നിൽക്കുന്നത്? ഇതെല്ലാം കൽപ്പാത്ത കാലത്ത് കാണിക്കേണ്ടി. ഇതൊരു ചെറിയ നിസ്സാരമായ അസുരനാണ്. അവനാണെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്ത് ഇനി ഇങ്ങനെ മസിൽ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഭക്തനായ ഭക്തവത്സന, അങ്ങയോട് ഭക്തിയുള്ള അവന്റെ പുത്രൻ, ആരെയും മരിച്ചവന്റെ പുത്രനും അവൻ ഭഗവാന്റെ ഭക്തനുമാണ്. എന്നിട്ട് അങ്ങയുടെ അരികിൽ നിൽക്കുന്ന ഈ ബാലനെ അങ്ങ് പരിപാലിക്കുക. കാരണം അങ്ങേരെ ഈ ബാലന് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. അങ്ങേരെ ഒന്ന് ശാന്തമായിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിക്കുന്നതാണ് രുദ്രം പറഞ്ഞു കൊടുത്തത്. ദേവേന്ദ്രൻ 42 പറയുകയാണ്, നമ്മളെ സംരക്ഷിക്കുന്ന നിന്തിരുവടിയിൽ ഞങ്ങളുടെ ആവിർഭാവം വീണ്ടെടുത്തു.
കാരണം എല്ലാ യജ്ഞങ്ങളും നടത്തിയിട്ട് അതിന്റെ ഹവിസ് സ്വീകരിക്കുന്ന കക്ഷിയാരാണ്? ദേവേന്ദ്രനാണ്. ലോകത്തിൽ എന്ത് സൃഷ്ടിയുണ്ടെങ്കിലും ദേവേന്ദ്രനാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇക്കാര്യത്തിൽ മാത്രം ഇങ്ങേരെ അടുപ്പിച്ചില്ല. അത് വിഷ്ണു വന്നിട്ട് ആ സ്ഥാനം നേടിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നത് ദേവേന്ദ്രനാണ്. പക്ഷെ ഇക്കാര്യം മാത്രം ദേവേന്ദ്രനെ അടുപ്പിച്ചില്ല. അതുകൊണ്ട് പറയാണ്, എനിക്ക് കിട്ടേണ്ട ഭാഗം അങ്ങേതായാലും നേടിത്തന്നു. അസുരനാൽ ആക്രമിക്കപ്പെട്ട ഭഗവാന്റെ വാസസ്ഥാനമാകുന്ന ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ആ ഭഗവാനെല്ലാം നമ്മുടെ മനസ്സിലാണ് വാസസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് ഇപ്പോൾ വന്നിട്ട് നമ്മളെ മനസ്സിനെ വികസിപ്പിച്ചു. കാരണം നമ്മളെ മനസ്സിൽ അങ്ങാണ് ഇരിക്കുന്നത്. നമ്മുടെ വാസസ്ഥാനം, നമ്മുടെ എല്ലാം ഭഗവാന്റെ വാസസ്ഥാനം എവിടെയാണ്? നമ്മളെ മനസ്സിലാണ്. അവര് ഇന്ദ്രന്റെ ദേവേന്ദ്രന്റെയും മനസ്സിലാണ്. കാലത്താൽ ഗ്രസ്തമായ സ്വർഗസുഖം നെന്തൊരുവടിയെ ഉപാസിക്കുന്നവർക്ക് നിസ്സാരം. എല്ലാം കാലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ദ്രനും കാലത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഇനി 43 ഋഷികൾ പറയാണ്. ഋഷികളെല്ലാം ഇവിടെ ഋഷികളൊന്നും ഇല്ലേ? ഒന്ന് ഓർത്തോണം. സൃഷ്ടി ഈ സമയത്ത് ഏത് ഋഷികളും ഒന്നുമില്ല. പക്ഷെ വെറുതെ ഇവർക്ക് വേണ്ടിയാണല്ലോ ഈ ഭൂമിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. അതുകൊണ്ട് ഇവരെല്ലാം പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഋഷികള്, പുരാണ പുരുഷ, ശരണാഗതന രക്ഷക, നമ്മളെല്ലാം ആശ്രയിക്കുന്ന രക്ഷക. നിന്തിരുവടി തന്നിൽ ലയിച്ച ഈ വിശ്വത്തെ യാതൊരു തപസ്സുകൊണ്ട് സൃഷ്ടിച്ചുവോ? അങ്ങാണ് തപസ്സുകൊണ്ട് അങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഋഷികൾ പറയുകയാണ്, അങ്ങ് തന്നെയാണ് അങ്ങിൽ തന്നെ ലയിച്ചിരുന്ന ആ പ്രപഞ്ചത്തെ പുറത്തേക്കെടുത്ത് സൃഷ്ടിച്ചത്. ആ ഏതൊരു തപസ്സിനെ നമുക്ക് ഉപദേശിച്ചു. ആ തത്വങ്ങളെല്ലാം അങ്ങ് ആർക്ക് ഉപദേശിച്ചു തന്നു? ഞങ്ങൾക്ക് ഉപദേശിച്ചു. അതായത് ഋഷികൾക്ക് ഈ സത്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ട് എഴുതിയവരാണല്ലോ. ആ തപസ്സിനെ ഇവൻ നിമിത്തം അലങ്കോലപ്പെട്ടതിനെ രക്ഷിക്കുവാനായി ഈ നരസിംഹമൂർത്തിയായിട്ട് അങ്ങ് വീണ്ടും വന്നിരിക്കുന്നു. ഇവനാണ് അതിനെല്ലാം അലങ്കോലപ്പെടുത്തിയത്. ഏതായാലും അങ്ങ് വീണ്ടും വന്നിട്ട്, തപസ്സിലൂടെ വന്നിട്ട് ഇവനെ വീണ്ടും അതിനായിട്ടാണ് അങ്ങ് വന്നത്. ഇനി പിതൃക്കൾ 44 പറയാണ്, നമ്മുടെ പുത്രന്മാർ നൽകിയ ബലപുണ്ടാദികളെ ഇവൻ ബലാത്കാരേണ തട്ടിയെടുത്ത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ പിതൃക്കൾക്ക് പുത്രന്മാർ നൽകുന്ന പിണ്ടങ്ങൾ ഇവൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുന്നതാണ്. പിതൃക്കൾക്ക് നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്താണ്? പിതൃക്കൾ നമ്മളെ സൃഷ്ടിക്കുന്നത് അവരെ ചെയ്ത കർമ്മങ്ങൾ പൂർത്തീകരിക്കാനാണ്. ആ കർമ്മം പൂർത്തീകരിച്ച് പിതൃക്കൾക്ക് കൊടുക്കണം. അച്ഛൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ കർമ്മം ചെയ്തു കൊടുക്കാനാണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്തം നമ്മളിലൂടെ, അച്ഛൻ ചെയ്ത ജോലിയുടെ ബാക്കി ലോക പുരോഗതി നമ്മളിലൂടെയാണ് ചെയ്യുന്നത്. നമ്മളെ ഏൽപ്പിച്ചത് അതിന് നീ നോക്കി ഞാനിതാ പോകുന്നു പറഞ്ഞിട്ട് തപസ് ചെയ്തിട്ട് പോവുകയല്ലോ. ഏത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ വാനപ്രസ്ഥവും സന്യാസം, മക്കൾ നോക്കി നമ്മളിതാ പോകുന്നു, ബാക്കി നീ ചെയ്തോളൂ, ഞാൻ എന്നെക്കൊണ്ട് ഈ കാലഘട്ടത്തിന് പറ്റിയാലും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന പിണ്ടം ആർക്കാണ് എത്തുന്നത്? കർമ്മങ്ങൾ ആർക്കാണ് എത്തുന്നത്? പിതൃക്കൾക്ക് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അവരെ കർമ്മമാണ് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നത്. ആര് തട്ടിയെടുത്ത്? ഈ അസുരൻ തട്ടിയെടുത്ത്. ഈ ഭൂമി ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിലും ഭൂമിയെല്ലാം ഇല്ലാതായി പോകുമായിരുന്നു. പിന്നെ ഈ ഉള്ള സൃഷ്ടി നടത്തിയ സൃഷ്ടി മുഴുവൻ തോലച്ച് കൈമ കൊടുക്കുമായിരുന്നു. ആര്? ഈ അസുരൻ. അങ്ങ് അവനിൽ നിന്ന് ഇതെല്ലാം വീണ്ടെടുത്തു. അങ്ങയുടെ ധർമ്മസംരക്ഷനായ ഈ നരസിംഹമൂർത്തിക്ക് നമസ്കാരം. 45 സിദ്ധന്മാർ പറയുകയാണ്, ഏതൊരാൾ യോഗാഭ്യാസത്തിൻ്റെയും തപസ്സിൻ്റെയും ഊക്കിൽ നമ്മുടെ അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ തട്ടിയെടുത്തുവോ അവനെ
നഖങ്ങൾ കൊണ്ട് അങ്ങ് കീറിപ്പിടഞ്ഞു, അങ്ങ് കീറിപ്പിടർന്നു, അങ്ങയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രണമിക്കുന്നു എന്ന് പറയുകയാണ്. സിദ്ധന്മാരെല്ലാം യോഗാഭ്യാസം എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സിദ്ധന്മാർ, കാരണം ഇവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകം ചെയ്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. ഈ ലോകം ആർക്ക് വേണ്ടിയാണ്? ഇവന്മാർക്കെല്ലാം വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവരെല്ലാം സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ഈ ലോകം ഉണ്ടാവില്ലായിരുന്നു, ഈ ഭൂമി ഉണ്ടാവില്ലായിരുന്നു. ഇതേപോലെ എല്ലാം പൊടിഞ്ഞ് പാറിപ്പോകുമായിരുന്നു. അതുകൊണ്ട് അവർ പറയാണ്, ഇവൻ ഈ യോഗാഭ്യാസം എല്ലാം ചെയ്തിട്ട് സിദ്ധി നേടിയിട്ടാണ് ഈ 3 ലോകങ്ങളും കീഴടക്കിയിട്ടെല്ലാം തുളച്ച. ഏതായാലും അങ്ങ് അത് ഇല്ലാതാക്കിക്കൊണ്ട് പ്രണമിക്കുന്നു. ഇനി 46 വിദ്യാധരന്മാര്, ബലം കൊണ്ടും വീര്യം കൊണ്ടും ഗർഭിഷ്ഠരായ മൂഢനായ ഇവൻ. അപ്പം വിദ്യാധരന്മാരെന്ന് പറഞ്ഞാൽ ബലവും വീര്യവും എല്ലാം തികഞ്ഞ ആൾക്കാരാണ്. അവർ പറയുകയാണ്, ഇവനും ആ ബലം ഇതെല്ലാം നേടിക്കൊണ്ട് വിഭിന്ന വ്യാമോഹത്താല് ഞങ്ങൾ നേടിയ വിദ്യയെ അവൻ നിരോധിച്ചു. നമ്മുടെ വിദ്യാധരന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനവും നേടുന്ന ഉള്ള ബുദ്ധിമാന്മാരായ ആൾക്കാരെല്ലാം പറയുന്നതായിട്ട് കണ്ടാൽ മതി. അവർ പറയുന്ന ഇതെല്ലാം ഇവൻ തട്ടിയെടുക്കുമായിരുന്നു, പക്ഷേ അങ്ങ് വന്നിട്ട് എന്ത് ചെയ്തു? ഇവനെ ഹനിച്ചു. അതുകൊണ്ട് അങ്ങേക്ക് പ്രണാമം. ഇനി 47 നാഗദേവതകൾ. നാഗദേവതകൾ എന്ന് പറഞ്ഞാൽ എല്ലാ എനർജി ആയിട്ടും എടുക്കുക, ഊർജമായിട്ട് എടുക്കുക, പാമ്പായിട്ട് എടുക്കുക, എങ്ങനെ വേണ്ടിക്കും എടുത്തു. പാപിയായവൻ നമുക്ക് ശിരോരത്നവും വനിതാരത്നങ്ങളും തട്ടിയെടുത്തു. നാഗത്തിൻ്റെ മുകളിലുള്ള രത്നങ്ങൾ എന്ന നിലയിൽ പറയുന്നതാണ്. പക്ഷെ അങ്ങ് വന്നിട്ട് അവൻ്റെ മാറിടം പിളർന്നിട്ട് അവനെ നശിപ്പിച്ചു. അങ്ങേക്ക്, അങ്ങനെയുള്ള നരസിംഹമൂർത്തിക്ക് നമസ്കാരം. പിന്നെ 48 മനുക്കൾ. മനുക്കൾ എന്ന് പറഞ്ഞാൽ മനുക്കളിലൂടെയാണ് ഈ സൃഷ്ടിക്രമെല്ലാം മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പം മനുക്കൾ പറയാണ്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മളിതെല്ലാം സൃഷ്ടിക്രമം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. മനുവിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ആ യുഗം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കി, മനുഷ്യരെ ഉണ്ടാക്കി, എല്ലാം ആ മനുവിനൊറ്റ നേതൃത്വത്തിലാണല്ലോ. അപ്പം ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിതെല്ലാം കൊണ്ടുവരുമ്പോഴാണ് ഇവൻ ഈ ദുഷ്ടം കയറിയിട്ട് അതിനെല്ലാം തടസ്സപ്പെടുത്തിയത്. സൃഷ്ടിക്രമത്തിൽ പാരവച്ചവനാണ് ഇവൻ. അങ്ങനെ ആ ദുഷ്ടനെ നിന്തൊരുപടി എന്താക്കി? ഒതുക്കി. ഇനി നമ്മൾ അവിടത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാലെന്ന്. അപ്പം നമ്മളിങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പം ഭൂമിയെ സുന്ദരമായിട്ടാക്കാൻ നോക്കുമ്പോഴാണ് ഇവൻ തെറിപ്പിക്കാനെല്ലാം നോക്കിയത്, ഭൂമി തന്നെ ഇല്ലാതാക്കാൻ നോക്കിയത്. അങ്ങ് വന്ന് നമ്മൾ രക്ഷിച്ച് ഇനി നമ്മൾ ഇന്ന് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? കാരണം മനുവിലോട്ടാണ് ഇന്ന് പോകേണ്ടത്. ജോലി തീർന്നിട്ടില്ല, ഇനി നമ്മൾ ചെയ്തോളാം, പറഞ്ഞേച്ചാൽ മതി. 49 പ്രജാപതി. നിന്തിരുവടി ഞങ്ങളെ പ്രജാപതിമാരായിട്ട് വാഴിച്ചു. നമ്മളെല്ലാം അങ്ങാണ് പ്രജാപതി, ദക്ഷപ്രജാപതി അറിയാലോ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അവൻ തടഞ്ഞു. ഇവന്റെ മാറിടം തകർത്തിട്ട് അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഇനി 50 ഗന്ധർവന്മാർ. ഗന്ധർവന്മാർ എന്ന് പറഞ്ഞാൽ കലാകാരന്മാർ. ലോകം മുന്നോട്ടേക്ക് പോകുന്നത് ഇതെല്ലാം വേണമല്ലോ. ഗന്ധർവന്മാർ ഞങ്ങൾ ഗായകരായും നർത്തകന്മാരായും ഇവരുടെ അടിമകളായി കഴിയുകയായിരുന്നു. നമ്മളെല്ലാം പിടിച്ചിട്ട് അവരുടെ അടിമകളാക്കി. ആ അസുരരെ നിങ്ങൾ ഈ അവസ്ഥയിലാക്കി, കൊന്ന് ഇല്ലാതെയാക്കി. ഇത് ക്ഷേമത്തിന്, കർമ്മമാർഗത്തിലൂടെ ക്ഷേമത്തിന് ഉതകുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറുമെന്ന് നമ്മൾ ആശിക്കുന്നു എന്ന്. അതായത് കലാകാരന്മാർ ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി 51 ചാരണന്മാർ. സത്തുക്കളുടെ ഉൾത്തട്ടിൽ പേടി സ്വപ്നമായി ഇവൻ നമ്മളെല്ലാം പേടി സ്വപ്നമായിട്ട് നിൽക്കുകയായിരുന്നു. നമ്മളെല്ലാം പേടിപ്പിച്ചു കൊണ്ട് ഇവരുന്നു. പക്ഷേ അങ്ങ് അതിനെ ഞങ്ങളെ രക്ഷിച്ചു. ഇനി 52 യക്ഷന്മാർ. അങ്ങനെ സേവിക്കുന്ന ചില ബലങ്ങളാണ് യക്ഷന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങയെ സേവിക്കുന്ന ഞങ്ങളെ അവൻ എന്ത് ചെയ്തു? ഞങ്ങളെ കൊണ്ട് അവരുടെ പല്ലക്കെല്ലാം ചുമപ്പിച്ചു. അപ്പം വിഷ്ണുവിൻ്റെ കർമ്മങ്ങളിൽ സേവ നടത്തുന്നവരാണ് ഈ യക്ഷന്മാർ എന്ന് പറയുന്നവരെല്ലാം. അപ്പം ഇവരെല്ലാം വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? നീ നമ്മളെ പല്ലക്ക് ചുമക്ക് എന്ന് പറഞ്ഞു. 25ാമത്തെ ആത്മതത്വമായ അങ്ങ്
ഞങ്ങളെ അവനിൽ നിന്നും രക്ഷിച്ചു, അങ്ങേക്ക് നമസ്കാരം. ഇനി 53 കിം പുരുഷന്മാർ, അല്പന്മാരായ ഞങ്ങളുടെ സർവേശ്വരനായ അങ്ങ് സജ്ജനങ്ങളെ വെറുക്കുമ്പോൾ അവരെയെല്ലാം വധിക്കുന്നു. ഇത് കുറച്ച് താഴെ ലെവലിലുള്ള ആൾക്കാർ, അതാണ് കിം പുരുഷന്മാർ. അങ്ങയെ സേവിക്കുന്നവർ. അല്പന്മാരായ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങ് എന്ത് ചെയ്യും? അവര് സജ്ജനങ്ങളെ വെറുപ്പിക്കുമ്പോൾ, ഏതൊരു ദുഷ്ടൻ ഭരണാധികാരികൾ സജ്ജനങ്ങൾക്ക് എതിരായിട്ട് മാറുമ്പോൾ അങ്ങ് വന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മത്തിന് തടസ്സമായി വരുമ്പോൾ അങ്ങ് വന്നിട്ട് നമ്മളെ രക്ഷിക്കുന്നു. ഇനി 54 വൈതാളികന്മാർ, സജ്ജന സമാജങ്ങളിൽ ഞങ്ങളുടെ കീർത്തി പാടിപ്പുറത്തുന്നു. അതായത് ഒരു യോഗങ്ങളെല്ലാം ചേരുമ്പോൾ, സജ്ജനങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഈ ദേവന്റെ കീർത്തികളെല്ലാം പാടിപ്പറക്കുന്ന ആൾക്കാരാണ് ഈ വൈതാളികന്മാര്. അപ്പൊ അവരെന്ന് പറയുന്നു, എന്നിട്ട് അതിലൂടെ ബഹുമതി നേടുന്നതാണ്. അന്ന് അവരെ ഇല്ലാതാക്കി, അവനെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. അല്ലെങ്കിൽ ഇവനെയും സ്തുതിച്ച് നടക്കേണ്ടി വരും. ഇവർ യഥാർത്ഥത്തിൽ ദേവന്മാരെയും എല്ലാവരെയും സ്തുതിക്കുന്നവരാണ്. പക്ഷെ എല്ലായിരുന്നുവെങ്കിൽ ഈ അസുരനെ സ്തുതിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി തരുമായിരുന്നു. ഇനി 55 കിന്നരന്മാർ, ഇവരും സേവകരാണ്. കിന്നരന്മാർ വേറൊരു തരത്തിലുള്ള ബലങ്ങളാണ്. ഇവരെന്താണ് ചെയ്തത്? ഇവനെന്താ പിടിച്ച് ചെയ്തതെന്ന് വെച്ചാൽ കൂലിയില്ലാത്ത പണിക്കാരാക്കി. ജോലി ചെയ്താൽ കൂലിയൊന്നും കൊടുക്കില്ല, വെറുതെ ജോലി ചെയ്തോളണം. അങ്ങനെ കൂലിയില്ലാത്ത പണിക്കാരാക്കി, നിന്റൊരു പടി അവനെ ഇല്ലാതാക്കി. ഇനി വിഷ്ണു പാർശ്വതന്മാർ, വിഷ്ണുവിൻ്റെ പാർശ്വതന്മാരായവര്, വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കുന്നവര്, ഈ എല്ലാറ്റിൻ്റെയും ആശ്രയ കേന്ദ്രമായവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആശ്രയ കേന്ദ്രമായവൻ, ഈ ഭൂതങ്ങളുടെ എല്ലാം ആശ്രയ കേന്ദ്രമായവനെ ഇപ്പോൾ നമുക്ക് നിന്തിരുവടിയുടെ സിംഹ മനുഷ്യ രൂപം ദർശിക്കുവാനായി. അപ്പൊ ഇവർ വിഷ്ണുവിന്റെ കൂടെയുള്ളവരാണ്. അവര് പറയുകയാണ്, ഇപ്പോഴാണ് അങ്ങയുടെ ഈ സിംഹ മനുഷ്യർ കൂടിയ രൂപം ദർശിക്കുവാൻ നമുക്ക് സാധിച്ചത്. ഇവൻ അങ്ങയുടെ ഭൃത്യനാണ്. ആര്? ഈ ഹിരണ്യകശിപു. പണ്ട് കാവൽക്കാരായിരുന്നുവല്ലോ. സനകാദികളുടെ ശാപം മൂലമാണ് ഇവൻ ഈ അവസ്ഥയിലായത്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങിങ്ങനെ ചൂട് പിടിച്ചേടി ഇരിക്കുകയൊന്നും വേണ്ട. ഇവൻ അങ്ങയുടെ തന്നെ പണ്ടത്തെ കാവൽക്കാരനാണ്. ഏതോ ഒരു സനകാദികളിലെ കൂടിയിട്ട് ശപിച്ചിട്ടാണ് ഈ ഗതിയിലെത്തിയത്. ഇനിയിപ്പോ അങ്ങയുടെ നിഗ്രഹത്തിലൂടെ അവനെന്ത് ചെയ്യാണ്? ഇത് അനുഗ്രഹമായി തീർന്നിരിക്കുന്നതായിട്ട് നമ്മൾ കരുതുന്നു. അപ്പം പഴയ കഥയിലേക്ക് കൊണ്ടങ്ങ് ചേർത്ത് വെച്ചു കൊടുത്തു. ആര്? വിഷ്ണുവിൻ്റെ ആൾക്കാരുടെ. അങ്ങനെ അധ്യായം തീരുന്നു.